മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗ്ലോബൽ നഴ്സസ് റിട്രീറ്റ് റാഫ യഹോവയുടെ 4ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട റെനി അച്ഛനിലൂടെയും ഡോക്ടർ ജോണിലൂടെയും നാം ശ്രവിച്ച തിരുവചനങ്ങൾ നമ്മളിൽ ഫലമണിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഡോക്ടർ ജോണിലൂടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഭാഗ്യം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആത്മാവ് വർഷിക്കപ്പെടുകയാണ് ഈ ശുശ്രൂഷയിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന 4 ഘട്ടങ്ങളെ കുറിച്ചാണ്. 4 ലെവൽ, 4 ഘട്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ബൈബിളിന്റെ വെളിച്ചത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണം. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഒരു ദൈവ പൈതൽ നിറയപ്പെടണം. മൂന്നാമത്തെ ലെവൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. 4ാമത്തെ ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശക്തിപ്പെടണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ 4 ഘട്ടങ്ങളിലൂടെയും നമ്മൾ പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 4ലും കർത്താവ് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദാഹിക്കുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കരുണയാണ്. His mercy endureth forever and ever. അവന്റെ കരുണ മാത്രമാണിത്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത് എൻ്റെ യോഗ്യതയുടെ പരിപാടിയെ അല്ല. പ്രൈസ് ദി ലോർഡ്. അല്ല, തുറന്നു പറയാണ്, പറയാൻ വേണ്ടി പറയുന്നതല്ല, ഹൃദയത്തിന്റെ അകത്തുനിന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. ആ നല്ല ബോധ്യം മൈക്കെടുക്കുന്ന ഓരോ സമയത്തും എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരുണ മാത്രമാണ് ഇവിടെ അവന്റെ വചനവുമായിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വേറൊന്നുമില്ല. ഓക്കെ, നമുക്ക് 4ലൂടെയും കടന്നു പോകാം. 1, പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കണം. ശ്രദ്ധിച്ചിരിക്കണം, നമുക്ക് 2 തരത്തിലുള്ള ജനനമുണ്ട്. 1 ശാരീരിക ജനനം, 2 ആത്മാവിന്റെ ഒരു ജനനമുണ്ട്. നിങ്ങൾക്കറിയാം, ആദം പഴം കഴിക്കരുതെന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ചപ്പോൾ ആദം മരിച്ചു. ആദം മരിച്ചപ്പോൾ ഒരു വലിയ അപകടം സംഭവിച്ചു. മനുഷ്യവർഗം മുഴുവൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദം മരിക്കുമ്പോൾ മനുഷ്യവർഗം മുഴുവൻ മരിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന ഗർഭിണിയായ അമ്മ ഷോക്കടിച്ചു മരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് കിടക്കുന്ന ആ കുഞ്ഞും മരിക്കുന്നു. ഇതാണ് സത്യം.
അമ്മയുടെ അകത്ത് കിടക്കുന്ന കുഞ്ഞും അമ്മ മരിക്കുമ്പോൾ മരിക്കുന്നു. അമ്മ വെള്ളം കുടിച്ചാണ് മരിക്കുന്നെങ്കിൽ കുഞ്ഞും മരിക്കുന്നു. ഇതുപോലെ ആദം മരിക്കുന്ന സമയത്ത് ലോകത്തിലുള്ള സകല മനുഷ്യരും ആത്മീയമായിട്ട് മരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ശരീരത്തിന്റെ ഒരു ജനനത്താൽ മാത്രം ഉണ്ടായി വരുന്ന ആത്മാവിൽ മരിച്ചവരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പൗലോസ് അപ്പോസ്തലനിലൂടെ എഫേസുസർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നു, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. ഒരു കാലത്ത് നിങ്ങൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാമയനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ വചനമാണിത്. ഹിസ് വേർഡ്, മാറ്റമില്ലാത്ത വചനം, പിയേഴ്സിംഗ്, പവർഫുൾ, അനോയിന്റഡ്, ലൈഫ് ഗിവിംഗ് വചനം. കർത്താവിന്റെ വചനമാണ് പറയുന്നത്. നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ആദത്തിൽ സകല മനുഷ്യരും ആത്മാവിൽ മരിച്ചു ദൈവമക്കളെ. അതുകൊണ്ടാണ് യേശു എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ജീവൻ ഓൾറെഡി ഉള്ളവരോട് ആരെങ്കിലും വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ് വന്നെന്ന് പറഞ്ഞാൽ പ്രാന്ത പോകാനേ പറയത്തുള്ളൂ. കാരണം ആരും ഇത് ഉൾക്കൊള്ളാൻ പറ്റുകയല്ല. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരോടാണ് ഇത് പറയേണ്ടത്. മരിച്ചവരോടാണ് പറയേണ്ടത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ മനുഷ്യനെ ജീവനുള്ളതാക്കി മാറ്റിയത് ദൈവത്തിന്റെ ശ്വാസമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ബൈബിൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ചിരി വരും. 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. മൃഗത്തെ സൃഷ്ടിച്ചത് ഏത് ദിവസമാണെന്നറിയോ? മൃഗങ്ങളെ സൃഷ്ടിച്ചത് ഏത് ദിവസമാണെന്നറിയാമോ? മൃഗങ്ങളെ സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. മൃഗത്തെ സൃഷ്ടിച്ചതും 6-ാമത്തെ ദിവസമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതും 6-ാമത്തെ ദിവസമാണ്. ഇത് തമ്മിൽ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവന്റെ ശ്വാസം. ദൈവത്തിന്റെ ശ്വാസം എപ്പോൾ നമ്മിൽ നിന്ന് മാറുന്നോ നമ്മൾ ആരാകുന്നു? നമ്മൾ മൃഗമാകുന്നു. അതാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മൃഗത്തെക്കാളും കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ പോലും മനുഷ്യൻ ചെയ്യുന്നതിന്റെ കാര്യം, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഈ ശ്വാസത്തിൽ മാത്രമാണ്. രണ്ടുപേരെ സൃഷ്ടിച്ചിരിക്കുന്നത് 6-ാമത്തെ ദിവസമാണ്. മൃഗത്തെ സൃഷ്ടിച്ച് കുറച്ച് ടൈം കഴിഞ്ഞ ഉടനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പക്ഷെ നമുക്കൊരു വ്യത്യാസം തന്നത് ഈ ശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കണം, ആദ്യത്തെ മനുഷ്യനായ ആദം പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ ശ്വാസമാണ്. ഈ ശ്വാസമാണ് അവർ നഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ശ്വാസം ഇനി നമുക്ക് ഒരിക്കൽ കൂടെ തരാൻ ദൈവം ആഗ്രഹിച്ചു. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ മരണത്തെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. ശ്രദ്ധിക്കണം, ഈ മനുഷ്യവർഗം കൈനീട്ടി വാങ്ങിയ മരണത്തെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്താൽ തിരിച്ചിവൻ ഈ ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഈശോ ആ മരണം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ നഷ്ടപ്പെട്ട ജീവൻ ഈശോ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് തിരിച്ചു തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ രക്തം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? രക്തം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ജീവനുള്ള രക്തമാണ് നമ്മൾ കൊടുക്കുന്നത്. ജീവനുള്ള രക്തമാണ്, വെറും വെള്ളമല്ല. ജീവനുണ്ട് രക്തത്തിന്റെ അകത്ത്. ഡെഡ് രക്തമല്ല, മരിച്ചുപോയ രക്തമല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന രക്തത്തിന്റെ അകത്ത് ജീവനുള്ള ചുവന്ന രക്താണുക്കളും ജീവനുള്ള വെളുത്ത രക്താണുക്കളും ജീവനുള്ള പ്ലേറ്റ്ലെറ്റുകളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ജീവനുള്ള രക്തമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ജീവനുള്ള രക്തമാണ് ചെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗിക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വ്യവസ്ഥ ഇതാണ്, നമ്മൾ ആത്മാവിൽ വീണ്ടും ഒന്ന് ജനിക്കണം. ആത്മാവിൽ നമ്മൾ വേറൊരു ജനനം പ്രാപിക്കണം. ഭൂമിയിലുള്ള അപ്പന്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ച നമ്മൾ സ്വർഗത്തിലുള്ള അപ്പന്റെ മകനായി മകളായി നമ്മൾ ഒന്നുകൂടെ ജനിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അമ്മയും കൂടെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം കൃത്യമായിട്ട് പറയാണ്, ഉന്നതത്തിൽ ജനിക്കണം. അന്നത്തെ കാലത്ത് നിങ്ങൾ പത്രോസിനോട് ചോദിക്കാന്ന് വിചാരിക്കുക, പത്രോസ് പിതാവേ, അല്ല പത്രോസ് ചേട്ട, എന്തോ ആയിക്കോട്ടെ, അങ്ങയുടെ ദൃഷ്ടിയിൽ ഈ ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ ആരാണ്? അങ്ങയുടെ നോട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ്?
പത്രോസ് ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറയും, അത് നിക്കോദേമോസാണ്. ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല ആളായിട്ട് എനിക്ക് തോന്നുന്നത് നിക്കോദേമോസാണ്. കാരണം അദ്ദേഹം ഇന്ന് വരെ ആരും ദ്രോഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത് കണ്ടിട്ടില്ല, വെള്ളം അടിക്കുന്നത് കണ്ടിട്ടില്ല, അന്യദൈവ ആരാധനയ്ക്ക് പോകുന്നത് കണ്ടിട്ടില്ല. മാതാപിതാക്കളെന്നല്ല, ഏത് വൃദ്ധരെ കണ്ടാലും എഴുന്നേറ്റ് കൈകൂപ്പും. ദശാംശമല്ല 40% പള്ളിക്ക് കൊടുക്കുന്നത്. ഇത്രയും നല്ല ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ശരിയുമാണ്. അദ്ദേഹം നല്ലവനായതുകൊണ്ടാണ് മറ്റാരും വരാത്തപ്പോഴും യേശുവിനെ കാണുവാൻ രാത്രിയിൽ അദ്ദേഹം കടന്നു വരുന്നതും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, നല്ലവരിൽ നല്ലവനെന്ന് പത്രോസ് ഡിക്ലെയർ ചെയ്ത, നമ്മളെല്ലാവരും ഡിക്ലെയർ ചെയ്യുന്ന നല്ലവരിൽ നല്ലവനെന്ന് ലോകം വിധി എഴുതിയ നിക്കോദേമോസ് രാത്രിയിൽ കടന്നു വന്ന് കർത്താവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. എട്ടുത്തടിക്ക് കർത്താവ് അവനോട് പറയുന്ന മറുപടി അത്ഭുതമാണ്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല. മനസ്സിലായോ? നാട്ടുകാരെല്ലാം പറയുന്നു നീ ഒത്തിരി നല്ലതാണ്. പത്രോസ് പറയുന്നു നീ ഒത്തിരി നല്ലതാണ്. പക്ഷേ എന്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ നോക്കുമ്പോൾ യു ആർ ഡെഡ്. നീ മരിച്ചവനാണ്. നിന്റെ ആത്മാവിൽ ഞാൻ ദൈവിക ജീവൻ കാണുന്നില്ല. നിനക്ക് ഞാൻ മോറാലിറ്റി കാണുന്നു, നിനക്ക് ഞാൻ ധാർമ്മികത കാണുന്നു, നിന്നിൽ ഞാൻ ചില ഗുണങ്ങൾ കാണുന്നു, നിന്നിൽ ഞാൻ മൂല്യങ്ങൾ കാണുന്നു. പക്ഷെ നിന്റെ അകത്ത് ഞാൻ ദൈവത്തിന്റെ തുടിപ്പ് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നീയും ദൈവവും തമ്മിൽ കണക്ഷൻ കാണുന്നില്ല. നിനക്ക് മൂല്യങ്ങളുണ്ട്, ജീവനില്ല. നിനക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് നിങ്ങൾ ചുറ്റിനും നോക്കിക്കേ, കേരളത്തിൽ നോക്കിക്കേ, ദൈവവിശ്വാസം ഇല്ലാതെ മൂല്യങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നമുക്ക് ചുറ്റും. നല്ല മൂല്യങ്ങളുള്ളവർ, കൈക്കൂലി വാങ്ങിക്കാത്തവർ, അഴിമതി ചെയ്യാത്തവർ, നിരീശ്വരവാദികൾ, നല്ല മൂല്യങ്ങളുള്ളവർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതല്ല ദൈവം ഇവിടെ നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. നിക്കോദേമോസിന്റെ മൂല്യങ്ങൾ കണ്ടുകൊണ്ട് ദൈവം പറയാണ്, മൂല്യങ്ങളുടെ പിന്നാലെ നീ പോകരുത്, പകരം നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ, if you want to experience the kingdom of God in its fullness, in its power, നിനക്ക് ദൈവരാജ്യം ശക്തിയോടെ അനുഭവിക്കണമെങ്കിൽ you should be born again. നീ വീണ്ടും ജനിക്കണം. പരിശുദ്ധാത്മാവിനാലും വചനത്തിനാലും, ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും നമ്മൾ വീണ്ടും ജനിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു ഞാൻ പാപിയാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹം കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു എനിക്ക് ആ സ്നേഹം വേണം. യേശുവിന്റെ കുരിശ് കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു അവൻ എനിക്ക് പകരമാണ് മരിച്ചത്. യേശുവിന്റെ ഉത്ഥാനം കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു യേശു ദൈവമാണ്. പെന്തക്കോസ്താ തിരുനാൾ കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നു ദൈവം എനിക്ക് വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ തന്നത്. ഇത് കാണുന്ന വ്യക്തി പറയുന്നു ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, ഈ ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് വേണം. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഇറങ്ങി വരുന്നു. ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു, ദൈവരാജ്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. കരമുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിനായി, നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിനായി, മാമോദീസായിലൂടെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിനായി. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മെ വീണ്ടും ജനിപ്പിച്ച് ദൈവ മക്കളാക്കി മാറ്റിയതിന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നേലിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കാം. കൊർന്നേലിയൂസ് ഒരു ജൂയിഷ് മാൻ അല്ലായിരുന്നു, ഒരു യഹൂദൻ അല്ലായിരുന്നു. യേശു ആരാന്ന് കേട്ടിട്ടില്ലായിരുന്നു, രക്ഷ എന്താണെന്ന് അറിയത്തില്ല, ബൈബിൾ വായിച്ചിട്ടില്ല. ഹി വാസ് എ ജെന്റൈൽ. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം യഹൂദനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ദൈവമേ എന്ന് വിളിച്ച ദൈവത്തെ ആരാധിച്ചിരുന്നു. ധാരാളം സൽകൃത്യങ്ങൾ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു. ഇത് രണ്ടും ദൈവത്തിന്റെ അടുത്ത് എത്തി. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും ദൈവത്തിന്റെ അടുത്ത് എത്തി. ശ്രദ്ധിക്കണം, ഒരു വിജാതിയന്റെ പ്രാർത്ഥന യേശുവിനോട് അല്ലാതിരുന്നിട്ട് പോലും ദൈവത്തിന്റെ അടുത്ത് എത്തി. ഒരു വിജാതിയന്റെ സൽക്കർമ്മങ്ങൾ യേശുവിൽ വിശ്വസിക്കാതിരുന്നിട്ട് പോലും ദൈവത്തിന്റെ അടുത്ത് എത്തി. ദൈവം അത് സ്നേഹത്തോടുകൂടെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം അങ്ങനെ അവനെ വിടാൻ തീരുമാനിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ വിടുകയാണ്. എന്നിട്ട് പറയാണ്, കൊർന്നേലിയൂസ്, നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, നീ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നു, എല്ലാം ദൈവം കാണുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നിനക്ക് ദൈവരാജ്യം കാണാൻ പറ്റില്ല. നീ സുവിശേഷം കേൾക്കണം, നീ യേശുവിനെ പറ്റി അറിയണം, നീ അവന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കണം, നീ അവന്റെ പാപ പരിഹാര ബലിയിൽ നീ അംഗമാകണം, അവന്റെ ശരീരത്തിന്റെ അംഗമാകണം, നീ അവന്റെ രക്തത്താൽ കഴുകപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ സൽക്കർമ്മങ്ങളെല്ലാം സ്വർഗത്തെത്തുന്നുണ്ട്. അത് കാണുന്നുണ്ട്. അത് കണ്ടത് കൊണ്ട് തന്നെ ആ ദൈവം എന്നെ ഇപ്പൊ നിന്റെ അടുത്ത് വിട്ടിരിക്കുന്നത്. ദൂതൻ പറയാണ്,
എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരമില്ല, അല്ലേ ഞാൻ പ്രസംഗിച്ചേനെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, നമ്മളെ ഏൽപ്പിച്ചതാണ് ദൈവം കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. പ്രൈസ് ദി ലോർഡ്. പല ദൂതന്മാരെ ഏൽപ്പിച്ചിരുന്ന അവർ ലോകം പണ്ടേ സുവിശേഷീകരിച്ചേനെ. എന്താണ് ദൈവം ഈ ദൂതന്മാരെ സുവിശേഷം പറയാൻ ഏൽപ്പിക്കാരെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാവോ ആർക്കെങ്കിലും? ദൈവം മണ്ടനായിട്ടാണോ? അല്ല. ദൈവത്തിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അനുഭവസ്ഥർ പ്രസംഗിച്ചാൽ മതി. അനുഭവസ്ഥർ പ്രസംഗിച്ചാൽ മതി. അനുഭവസ്ഥർ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു മാലാഹിക്ക് ഇങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പണ്ട് പാപിയായിരുന്നു, യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അവന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടു, ഞാൻ ഇന്ന് രക്ഷയിലേക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യേശുവിനെ പറ്റി പറയാനുണ്ടോ? പറയാൻ പറ്റില്ല. ദൈവം അതുകൊണ്ട് പറഞ്ഞു, കീപ് ക്വയറ്റ്, നിങ്ങൾ മിണ്ടാൻ പാടില്ല. മാലാഖമാർക്ക് സുവിശേഷം പറയാൻ അധികാരമില്ല. രക്ഷ അനുഭവിച്ച നമ്മളെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അനുഭവിച്ച കാര്യം പറയുവാൻ സ്വർഗത്തിലെ പിതാവ് കൈയടിച്ച മക്കളെ അപ്പനെ ഓർത്ത് ഹല്ലേലൂയ. രക്ഷ അനുഭവിച്ച നമ്മൾ ലോകത്തോട് വിളിച്ചു പറയണം. രക്ഷ അനുഭവിച്ച നമ്മൾ ലോകത്തോട് വിളിച്ചു പറയണം, ഇതാണ് രക്ഷ. ദൂതന്മാർ പറഞ്ഞിരുന്നെങ്കിൽ ലോകം പണ്ടേ റെഡിയാകും. പക്ഷെ ദൈവം സമ്മതിക്കല്ല. ദൈവത്തിന് വാശിയാണ്, അനുഭവിച്ചിട്ടേ പറയാവുള്ളൂ. ഹല്ലേലൂയ. ഇത് എന്റെ പ്രസംഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെയാണ്. ഞാൻ അനുഭവിക്കാത്ത കാര്യം നിങ്ങളോട് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കരുത്. അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് എന്റെ പുറത്തുള്ള റെസ്പോൺസിബിലിറ്റി. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നും കറക്റ്റാണ്. അനുഭവസ്ഥർ. ഞാൻ അനുസരിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നത് വേറെ കാര്യം. അത് ദൈവത്തിന് മനസ്സിലാവും. ഹല്ലേലൂയ. രണ്ടും രണ്ടാണ്. അനുസരിക്കാൻ പരിശ്രമിച്ചിട്ട് ഞാൻ തോറ്റുപോയി കിടക്കുന്നത് ദൈവത്തിന് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളോട് പറയുന്നതിനെ ദൈവം അംഗീകരിച്ച് തരും. പക്ഷെ ഞാൻ അനുസരിക്കാനേ കൂട്ടാകാതെ മാറ്റി വെച്ചിട്ട് ഇത് നിങ്ങളോട് പറയാൻ പോയ ദൈവം പറയും, ഇങ്ങോട്ട് വരാൻ പറയും. ഹല്ലേലൂയ. അനുഭവസ്ഥർ പ്രസംഗിക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ധ്യാനത്തിലൊക്കെ കൂടി ആരെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ധ്യാനത്തിനൊക്കെ ഒന്ന് കൂടി വരുന്ന ഉടനെ നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്ന അൽഫോൻസാമയാകണമെന്ന് അവർ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു ധ്യാനം കൂടി വന്ന എല്ലാം പോയി. 7 ദിവസം പോലും കഷ്ടി പിടിച്ചിരുന്നില്ല. ഇതാ 4ാമത്തെ ദിവസമായപ്പോൾ തന്നെ ഇതാ കിടക്കുന്നു. ഇവരൊക്കെ എത്ര ധ്യാനം കൂടിയാലും എങ്ങനെയാ? പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് വളർന്നു വരുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കുഞ്ഞ് വളർന്നു വരുന്നതിന് കുറച്ച് സമയമെടുക്കും. ജനിച്ചു വളർന്ന കുഞ്ഞ് നിസ്സഹായനാണ്. നിങ്ങൾക്കറിയാം, പാല് പോലും കുടിക്കാൻ പറ്റാതെ കിടന്ന് കരയുന്ന കുഞ്ഞിനെ അമ്മ പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും വേറെ ആരെങ്കിലും വേണം. എത്രയോ നാളെടുത്തിട്ടാണ് 2 കാലിൽ നിൽക്കാൻ പഠിക്കുന്നത്. ആത്മാവിൽ വീണ്ടും ജനിച്ചവർ താഴെ വീഴുമ്പോൾ അവരെ പരിഹസിക്കരുത്, പകരം അവരെ താങ്ങിക്കൊടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതിനാണ് സഭയും വിശുദ്ധ കുർബാനയും വചനവും എല്ലാം ദൈവം ആക്കി വച്ചിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആത്മാവിൽ വീണ്ടും ജനിച്ച വ്യക്തി പിറ്റേ ദിവസം തന്നെ വിശുദ്ധനാകത്തില്ല. അവനെ അടുത്ത ഘട്ടത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അപ്പൊ ആദ്യം ഒരു വ്യക്തി ആത്മാവിൽ ജനിക്കണം. അതുകൊണ്ട് ഈശോയുടെ ക്ലാസ് കഴിഞ്ഞ സെഷനിൽ ബഹുമാനപ്പെട്ട റിനിയച്ചൻ എടുത്തു. അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ സകല ജനങ്ങളും അറിയണം. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് എല്ലാവരിലും വരണമെന്ന് സ്വർഗത്തിലെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ സത്യത്തിന് യാതൊരു മാറ്റവുമില്ല. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഒരു മതത്തെ പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത്, ദൈവം ഒരു വ്യക്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈശോ ഇവിടെ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ഈശോ വന്നത് ഒരു കുടുംബം സ്ഥാപിക്കാനാണ്. സ്വർഗത്തിലെ പിതാവെന്ന കാർന്നോര് വലിയ പിതാവ്, ആ പിതാവിന്റെ കുടുംബം, ആ കുടുംബത്തിൽ ഒരു ഡൈനിങ് ടേബിളിലിരുന്ന് നമ്മളെല്ലാം ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന പോലെയാണ് വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ ശരീരം ഒരു ഇടവകയിൽ ഒരു കുടുംബം ഭക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഇവിടെ വന്നത് ദൈവിക കുടുംബം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, മതമല്ല. ശരിക്കും ക്രിസ്ത്യാനിറ്റി മതം എന്ന് വിളിക്കുന്നത് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമേ അല്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നോട്ട് എ റിലീജിയൻ. നമ്മളിത് റിലീജിയൻ ആക്കിയതാണ് നമ്മുടെ തകരാറ് പ്രിയപ്പെട്ടവരെ. ഇത് ദൈവ കുടുംബമാണ്, ദൈവരാജ്യമാണ്. അപ്പനായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണിത്. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. കൊച്ചു ത്രേസ്യ ആരാണ്? കൊച്ചേച്ചിയാണ്. അമ്മ ത്രേസ്യ ആരാണ്? വല്യേച്ചിയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വലിയൊരു കുടുംബമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിൽ നമ്മൾ 1ാമത്തെ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. 2ാമത്തെ ഘട്ടം പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടുന്നു. ഈ എല്ലാ ഘട്ടങ്ങളും ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഈശോ എങ്ങനെയാ ജനിച്ചത്? പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവും വചനവും വന്നു. വചനം എന്താണ്? ഗബ്രിയേലിലൂടെ വചനം വരികയാണ്. നീ അത്യുന്നതന്റെ പുത്രനെയാണ് പ്രസവിക്കാൻ പോകുന്നത്, അവൻ വലിയവനായിരിക്കും, യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ദിസ് വാസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതാണ് അന്ന് കടന്നു വന്ന ദൈവത്തിന്റെ വചനം.
ഈ വചനം വന്നപ്പോൾ ഇതെങ്ങനെ മാംസം ധരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരവും ദൂതൻ വചനത്തിലൂടെ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി, the power of the most high will come upon you. The power of the most high God, സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. നമ്മളിലും ഈശോ മാംസം ധരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ സെഷനിൽ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ആരുടെയും ബലം പിടുത്തം കൊണ്ട് ഈശോ നമ്മളിൽ മാംസം ധരിക്കത്തില്ല, ധരിപ്പിക്കാൻ നോക്കുകയും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ ബലം കൊടുത്തം കൊണ്ട് ധരിപ്പിക്കാൻ പറ്റിയ ഒരാളല്ല ദൈവം. ഹല്ലേലൂയ. ആ പെട്ടെന്ന് ഇറങ്ങി വരണം. അതാണ് മാതാവിനോട് ദൈവം പറയുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ യേശു നിന്നിൽ മാംസം ധരിക്കും. ഇന്നും ആരിലെങ്കിലുമൊക്കെ യേശു മാംസം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ മാത്രമാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അത്യുന്നതന്റെ ശക്തി വരട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരാത്ത സകലരും സ്വർഗത്തിന്റെ ആത്മാവിനാലും വചനത്താലും നിറയപ്പെട്ട് സ്വർഗത്തിന്റെ ശക്തി എന്താണെന്ന് അനുഭവിക്കട്ടെ. ഈ സ്ക്രീനിലൂടെ ഇപ്പൊ പരിശുദ്ധാത്മാവ് തൊടട്ടെ, ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അന്ധകാരം മാറട്ടെ, ചങ്ങലകൾ അഴിയട്ടെ, പാപത്തിന്റെ തഴക്കദോഷം മാറട്ടെ. ഈ വചനം കേട്ടിട്ട് ഇനി ഒരാൾ പാപത്തിൽ പോകാൻ പാടില്ല. വിശുദ്ധിയോടെ കസേരന്ന് എഴുന്നേക്കണം. There should be power in the name of Jesus. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ജനനവും വിടുതലുമുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, രണ്ടാമത്തെ ഘട്ടം, യേശു ആത്മാവിനാൽ നിറയപ്പെട്ടു. നമുക്കും രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് യേശു ആത്മാവിനാൽ നിറഞ്ഞതുപോലെ നമ്മളും ആത്മാവിനാൽ നിറയപ്പെടണം. ഒന്നാമത്തെ ഘട്ടത്തിൽ യേശു ആത്മാവിനാൽ ജനിച്ചു, നമ്മളും ആത്മാവിനാൽ ജനിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ യേശു ജോർദാൻ നദിയിൽ വെച്ച് ആത്മാവിനാൽ നിറയപ്പെടുന്നു. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, do not be drunk with wine but be filled with the Holy Spirit. നിങ്ങൾ വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ഉന്മത്തരാകരുത്, പകരം നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം ഭാഷണം ചെയ്യുവിൻ. എല്ലാ കാര്യങ്ങളിലും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് യേശു എന്തു ചെയ്തു? യേശു രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, യേശു എളിമപ്പെട്ടു. രണ്ട്, യേശു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, യേശു എളിമപ്പെട്ടു. രണ്ട്, യേശു പ്രാർത്ഥിച്ചു. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ വരണം. യേശുവിന് എന്നും ഉള്ളിൽ അറിയാമായിരുന്നു താൻ ദൈവപുത്രനാണെന്ന്, എന്നും അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാര്യം പ്രധാന പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ, മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നതും പിതാവായ ദൈവത്തിന്റെ വലതുവശത്ത് അവൻ ഇരിക്കുന്നതും നിങ്ങൾ കാണും. ഇത് പറഞ്ഞപ്പോഴാണ് വസ്ത്രം വലിച്ചു കീറി യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിടുന്നത്. യേശു ചങ്കൂറ്റത്തോടെ തന്നെ അത് പറയുന്നു, ഞാൻ വാനമേഘത്തിൽ വരും. ഹല്ലേലൂയ. യേശുവിന് അറിയാമായിരുന്നു താൻ ദൈവത്തിന്റെ പൊന്നോമന പുത്രനാണ്. പക്ഷേ യേശു ഇവിടെ ആളുകളുടെ മധ്യത്തിൽ ജനങ്ങളുടെ കൂടെ ലൈനിൽ നിന്ന് എളിമപ്പെട്ട് പാപികളിൽ ഒരുവനെ പോലെ അവിടെ ആ ലൈനിൽ നിൽക്കുന്ന മൊത്തം പാപികളാണ്. പ്രസംഗം കേട്ടിട്ട് അവിടെ നല്ലവരാരും ലൈനിൽ നിൽക്കുന്നില്ല. മൊത്തം നിൽക്കുന്നത് നാട്ടിലെ ഒന്നിനും കൊള്ളാത്തവന്മാരാണ് ആ ലൈനിൽ നിൽക്കുന്നത്. അതായത് അണലി സന്തതികളെ എന്നൊക്കെ വിളിച്ചൊരു പരുവത്തി നിൽക്കുന്ന ജനങ്ങളാണ്. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, വ്യഭിചാരം ചെയ്തിട്ടുള്ളവരും വേലത്തരം കാണിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരാണ് കൈയും കൂപ്പിക്കൊണ്ട് നിൽക്കുന്നത്. നല്ലവന്മാരാരും അവിടെ വന്നിട്ടില്ല. കാര്യം ഈശോ തന്നെ പറയുന്നുണ്ട്, നിയമജ്ഞരും ഫരിസേയരും യോഹന്നാന്റെ സ്നാനം തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിയമജ്ഞരും ഫരിസേയരും യോഹന്നാന്റെ അടുത്ത് സ്നാനം എടുക്കാൻ ക്യൂവിൽ നിന്നിട്ടില്ല. കാരണം അവർ നല്ലവരായിരുന്നു, പാപികളാണ് ക്യൂവിൽ നിന്നത്. യേശു ക്യൂവിൽ പോയി നിൽക്കുമ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന ലൈനിൽ നിൽക്കാത്തവരുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുള്ളത്? അന്ന് യേശു ആരാന്നാർക്കും അറിയത്തില്ല. ഒരുത്തൻ കൂടെ കയറിയിട്ടുണ്ട് ലൈനിൽ. എന്തൊക്കെയോ ഗുലുമാലുകൾ ഒപ്പിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. യേശു എളിമപ്പെട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, എല്ലാ നിയമവും പൂർത്തിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ മുമ്പിലും എളിമപ്പെടണമെന്നുള്ള നിയമവും പൂർത്തിയാകപ്പെടട്ടെ. ഒന്ന്, യേശു എളിമപ്പെട്ടു. രണ്ട്, യേശു പ്രാർത്ഥിച്ചു. ലൂക്ക ഒരു ഡോക്ടറാണ്, നിങ്ങൾക്കറിയാം. സുവിശേഷം എഴുതിയ ലൂക്ക ഒരു ഡോക്ടറാണ്. ലൂക്ക മാത്രമാണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. വേറെ ആരും ഇത്രയും ക്ലിയർ ആയിട്ട് ആ ഭാഗം എഴുതിയിട്ടില്ല. സ്നാനം കഴിഞ്ഞ് യേശു കരയ്ക്ക് കയറി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റു, യേശു പ്രാർത്ഥിച്ചു. ആ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ യേശു നിറയപ്പെടുകയും ചെയ്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാഹം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നിറയാനുള്ള യോഗ്യത വിശുദ്ധി അല്ല.
വീണ്ടും നമ്മുടെ തിയോളജി തെറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറയാനുള്ള യോഗ്യത അനുസരണമല്ല. പരിശുദ്ധാത്മാവ് നിറയാനുള്ള യോഗ്യത വിശുദ്ധി അല്ല. പരിശുദ്ധാത്മാവ് നിറയാനുള്ള യോഗ്യത നമ്മൾ ദൈവത്തിനോടൊപ്പം നിങ്ങൾ തെറ്റാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. പരിശുദ്ധാത്മാവ് വീണു പോകാത്തവർക്കല്ല കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് വീണു പോകുന്നവരെ വീഴാത്തവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം കൊടുക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അനക്കമില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് വിശുദ്ധി കളിക്കണ്ട. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത്രയ്ക്ക് നമുക്ക് വിശുദ്ധരാകണ്ട. ഹല്ലേലൂയ. നമുക്കൊരു ഇച്ചിരി കുറഞ്ഞിരിക്കുന്നതാണ് ആത്മാവിനെ കിട്ടാൻ എപ്പോഴും നല്ലത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. സത്യമാണ് ഞാൻ പറയുന്നത്, അപകടമാണ്. നിങ്ങൾ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് വിശുദ്ധി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. ഐ നോ സം ഓഫ് യു ആർ ലിവിങ് ഇൻ എന്താ പറയുക, നല്ല ഹോളിനെസ്സിൽ ജീവിക്കുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത്. എനിക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ. ബട്ട് ദാറ്റ്സ് നോട്ട് ഇനഫ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിന്റെ പേരിൽ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചുമ്മാ നിൽക്കുകയാണ്, നിങ്ങൾക്ക് ദൈവം ഒന്നും തരില്ല. പകരം അപ്പുറത്ത് നിങ്ങളുടെ പകുതി വിശുദ്ധിയുള്ള ഒരാൾ പെടയ്ക്കുകയാണ്. ദൈവമേ, 3-4 വർഷമായി ഞാൻ കിടഞ്ഞു പരിശ്രമിക്കുന്നു, വർഷത്തിൽ 4 ധ്യാനം കൂടുന്നു, ഉപവാസം എടുക്കുന്നു, പറ്റുന്നില്ലല്ലോ ദൈവമേ, ഞാൻ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കണമെങ്കിൽ 2 ആഴ്ച കഴിയണം, അതുവരെ അകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. ദൈവമേ, എനിക്ക് പറ്റുന്നില്ലല്ലോ, നിന്റെ ആത്മാവിനെ എനിക്ക് തരുമോ? ഐ എം ഹംഗ്രി, ഐ എം തേഴ്സ്റ്റി. യെശയ്യാ 55:1 ദൈവം പറയുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, പാലും വീഞ്ഞും സൗജന്യമായി കുടിക്കട്ടെ. വിത്തൗട്ട് മണി യു ക്യാൻ കം ആൻഡ് ഡ്രിങ്ക് ഫ്രം ദ റിവർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. ഒറ്റ പൈസ പോലും കൊടുക്കാതെ ഈ നദിയിൽ വന്ന് നിങ്ങൾക്ക് കുടിക്കാം. ആചാര അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞിട്ട് ഡ്രൈ ആയി ജനങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച ഈശോ ദേവാലയത്തിന്റെ അടുത്ത് നിന്ന് കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7 അവിടെ കാണിക്കാവുന്ന എല്ലാ പരിപാടികളും ജനം കാണിക്കുന്നുണ്ട്. ഒരു മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ നടത്തിയിട്ട് വന്നതുപോലെ ലൈഫ് ടച്ച് ചെയ്യപ്പെടാതെ ആചാരാനുഷ്ഠാനം കഴിഞ്ഞ് വന്നതുപോലെ ഉണങ്ങി വരണ്ടു പോകുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് യേശു സങ്കടപ്പെട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഭാഗമാണ് യോഹന്നാൻ 7:38. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ശരിക്കും അരുവി എന്നുള്ളത് വെട്ടിക്കളണം. റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈശോയുടെ മനസ്സിൽ എന്തായിരുന്നറിയാമോ? മോശ മരുഭൂമിയിൽ ജനങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് 20 ലക്ഷം ഇസ്രായേൽക്കാരുണ്ട്. അവർക്ക് ദാഹിക്കുമ്പോൾ മോശ പാറപ്പുറത്ത് അടിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടുന്ന് അരുവിയാണോ നദിയാണോ ഒഴുകിയത്? കോട്ടയത്ത് മാത്രം 5 ലക്ഷം പേരുണ്ട്. കോട്ടയത്ത് 5 ലക്ഷം പേരേ ഉള്ളൂ, കോട്ടയം ജില്ലയിൽ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയച്ചാൽ മതി, അരുവി ഒഴുകിയ കോട്ടയത്തെ മുഴുവൻ ആൾക്കാർക്കും വെള്ളം കിട്ടുമോ? 20 ലക്ഷം പേർക്കുള്ള വെള്ളമാണ് ഒഴുകിയത്. നദികൾ തെക്കോട്ട് വടക്കോട്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് മരുഭൂമിയിൽ നദി ഒഴുകി. എല്ലാവരും തൃപ്തരായി. ആ നദി ഒഴുകിക്കൊണ്ടേയിരുന്നു. അവർ പോകുന്നിടത്തെല്ലാം അവർക്ക് കുടിക്കാൻ ആ നദി ഒഴുകി. ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ വേണോ? ഒറ്റ കണ്ടീഷൻ, ദാഹിക്കണം. ബൈബിൾ അവസാനിക്കുന്നത് ദാഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. വെളിപാട് പുസ്തകം 22 അവസാനത്തെ അധ്യായം. വെളിപാട് പുസ്തകം 22:17 ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവ് മണവാട്ടി പറയുന്നു, ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിന് അവസാനം പറയാനുള്ള മെസ്സേജ് ഇതാണ്, ദാഹിക്കുക, ദാഹിക്കുക. യെശയ്യാ 1:18 പിതാവ് പറയുന്നു, വരിക വരിക. ഹല്ലേലൂയ. പുത്രൻ പറയുന്നു വരിക, പരിശുദ്ധാത്മാവ് പറയുന്നു വരിക. ചിലർ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ഒരു തീയില്ലാത്ത പ്രാർത്ഥനയാണ്. പോരുന്നെങ്കിൽ പോരട്ടെ, പോരുന്നെങ്കിൽ പോരട്ടെ. പോരത്തില്ല. അയ്യോ, ഞാൻ ഒത്തിരി നല്ലതാ, ഞാൻ ഇന്നുവരെ എൻ്റെ കണ്ണുകളെ തെറ്റിച്ചിട്ടില്ല ബ്രദർ, ഞാൻ ഇന്നുവരെ ചിന്തയിൽ പോലും പരിശുദ്ധ മറിയം പോലും എൻ്റെ വിശുദ്ധി കണ്ട് അത്ഭുതപ്പെട്ടെന്ന് ഒരു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രദർ കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞു, മാതാവ് പോലും സ്വർഗത്തെ എൻ്റെ വിശുദ്ധി കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുക. നടക്കത്തില്ലല്ലോ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നടക്കത്തില്ല. അത്ഭുതപ്പെട്ട് കാണും, പക്ഷെ നടക്കേണ്ട. ആത്മാവ് വരണമെങ്കിൽ അത് പോരാ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധർ എൻ്റെ അടുക്കൽ വരട്ടെ, തരാമെന്നല്ല പറഞ്ഞത്. അനുസരിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, തരാമെന്നല്ല പറഞ്ഞത്. ദാഹിക്കുന്നവർ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ദാഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദാഹം.
ശരിയായ ദാഹം. മരുഭൂമിപ്പെട്ടു പോണം, വെള്ളം കിട്ടാതെ ഒരു 6-7 മണിക്കൂർ പിടയ്ക്കും. ആ സമയത്ത് അകത്ത് വരുന്നതാണ് ദാഹം. പ്രൈസ് ദി ലോർഡ്. 10 പവന്റെ സ്വർണ്ണമാല കൊണ്ട് കൊടുത്താൽ പോലും ആ വ്യക്തി തട്ടിക്കളയും. വെള്ളം കൊണ്ടുപാടോ, ബെൻസ് കാർ കൊണ്ട് കൊടുക്കാൻ ആർക്ക് വേണോടോ ഈ ചപ്പോ? റോൾസ് റോയ്സ് കാർ ആർക്ക് വേണം ഈ ചവറ്? വെള്ളം കൊണ്ടുപാടോ. ഹല്ലേലൂയ. ചിക്കൻ ബിരിയാണി ഏറ്റവും നല്ല കുക്ക് ഉണ്ടാക്കിയതാണ് ബ്രദർ, കൊണ്ടക്കളോടോ ഈ ചവറ്? വെള്ളം കൊണ്ടുപാടോ. ഇതൊന്നും വേണ്ട, ബെൻസ് കാർ വേണ്ട, റോൾസ് റോയ്സ് വേണ്ട, ചിക്കൻ ബിരിയാണി വേണ്ട, നല്ല 2 നില വീട് തരം തന്റെ വീട്ടിൽ ആർക്കും കൊണ്ട് കൊടുക്കണോ? വെള്ളം കൊണ്ടുപോകണോ? ദാഹിച്ച് ചാകാൻ വെള്ളം. കർത്താവ് പറയാണ്, ഇതുപോലെ ദാഹിച്ചാൽ ഒരു യോഗ്യതയും വേണ്ട, യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യരാക്കാനാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ തരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പലർക്കും പിടികിട്ടിയിട്ടില്ല. നമ്മൾ യോഗ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവിനെ കിട്ടാൻ. ബ്രദറെ, ഞാൻ അല്പം കൂടെ യോഗ്യനായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ യോഗ്യത കൂട്ടാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടക്കേല. യോഗ്യത ദയവ് ചെയ്ത് കൂട്ടരുത്. പ്രൈസ് ദി ലോർഡ്. യോഗ്യത കൂട്ടരുത്, അപകടമാണ്. ഒരു യോഗ്യതയും വേണ്ട, ദാഹം മതി. അവൻ വരുമ്പോൾ യോഗ്യത വന്നോളും. ഹല്ലേലൂയ. മീനിന്റെ നാറ്റമുള്ള പത്രോസ്, എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത പത്രോസ് 2 ലേഖനങ്ങൾ ഇന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പോയി നമ്മുടെ അച്ഛന്മാര് PhD എടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമായി എടുത്ത് നമ്മൾ PhD എടുക്കുന്നുണ്ട്. അതാണ് ദൈവത്തിന്റെ ഒരു വിജ്ഞാനം. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്തേ. ദൈവത്തിന് അത് പറ്റും. ഹല്ലേലൂയ. സ്കൂളിൽ പോയിട്ടില്ലാത്തവന്റെ ലേഖനം പഠിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് ദൈവം PhD എടുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആരുടെ ലേഖനം പഠിച്ച്? സ്കൂളിൽ പോയിട്ടില്ലാത്തവന്റെ ലേഖനം, എഴുതാനും വായിക്കാനും അറിയാത്തവന്റെ ലേഖനം, അവന്റെ 2 ലേഖനം. അതിന്ന് PhD വിഷയമാണ് സഹോദരങ്ങളെ. ഇതാണ് ദൈവം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യോഗ്യതയില്ലാത്തവനെ യോഗ്യനാക്കും ദൈവം. യോഗ്യത വേണ്ട. പാട്ടുകളൊക്കെ ഒത്തിരി നമുക്കറിയാം. യോഗ്യതയില്ല എനിക്ക് യേശുവേ ഹൃദയത്തിൽ അണയാനായി, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ അകത്ത് ഇത് വരണം. എന്തു വരണം? ദാഹം വരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചില പിള്ളേരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിടയ്ക്കാണ് ദൈവത്തിന്റെ അടുത്തിരുന്ന്. അവരതും കൊണ്ടേ പോകത്തുള്ളൂ. ഞാനൊരിക്കലും താബോറിൽ ധ്യാനിപ്പിക്കുകയാണ്, പാലായിൽ. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ചാപ്പലിൽ ചെല്ലുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. എൻ്റെ അത്രയും പ്രായം അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ചുകൂടെ ഇളയതോ എൻ്റെ അടുത്ത് ഒരു യുവതി. ഞാൻ തീരെ ചെറുപ്പമാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. സക്രാരുടെ മുമ്പിൽ വെളുപ്പിന് 3 മണിക്ക് ഞാൻ വരുമ്പോൾ കമിഴ്ന്നടിച്ച് കിടക്കണം. ആളാരെന്നറിയാൻ പറ്റുന്നില്ല. കമിഴ്ന്നടിച്ച് കിടക്കുകയാണ്. കമിഴ്ന്നടിച്ച് കിടന്ന് തേങ്ങുന്നു, കരയുന്നു. ആളുടെ മുഖം കാണുന്നില്ല. എനിക്കുള്ളിലൊരു വാശിയായി. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ, ഈ ആളെ ഒന്ന് കാണണം. അപ്പൊ ഞാൻ പുറകിൽ അങ്ങനെ ഇരിക്കുകയാണ്, പ്രാർത്ഥിച്ചിരുന്നൊരു 4:30 മണിയായപ്പോൾ ഈ വ്യക്തി എഴുന്നേറ്റു. ഞാൻ കണ്ടു, അതൊരു ഡോക്ടറായിരുന്നു. സൈക്കാട്രിക് MD പാസ്സായ സൈക്കാട്രിസ്റ്റായ വളരെ പ്രശസ്തിയായ ഒരു ലേഡി ഡോക്ടർ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ ലേഡി ഡോക്ടറാണ് അന്ന് 3 മണിക്ക് അവിടെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. ആ ലേഡി ഡോക്ടർ ജീസസ് യൂത്തിലെ ഒരു ഡോക്ടറാണ്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. എന്നെ ഒരുപാട് അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കുന്നൊരു ഡോക്ടറാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ലേഡി ഡോക്ടർ. ലോകത്തിന്റെ വലിയ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു ഡോക്ടർ. ഒരുപാട് പേഷ്യൻസ് കാണാൻ ക്യൂ നിൽക്കുന്ന ഒരു ഡോക്ടർ. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. ആ ഡോക്ടറിനെ പിന്നീട് ഞാൻ ശാലോം ടെലിവിഷനിൽ ഡോക്ടർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുവാൻ ഇടയായി. ദൈവം ആ മകളെ കൊണ്ട് ലോകത്തോട് മുഴുവൻ സംസാരിപ്പിച്ചു. കൈയൊന്ന് അടിച്ചേ മക്കളെ, നോക്കട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. കരമടിച്ച് കേൾക്കുന്നവർക്ക് ചിലർക്കെങ്കിലും ആളെ മനസ്സിലായി കാണും. ആളെ മനസ്സിലായാലും കുഴപ്പമില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കാരണം ഇതൊരു നല്ല കാര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദാഹം, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. 2ാമത്തെ ലെവലിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. 3ാമത്തെ ലെവലിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ഹല്ലേലൂയ. ഇവിടെയാണ് വലിയൊരു അപകടം. നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാവുന്ന ഒരു ലെവലാണ് ഈ 3ാമത്തെ ലെവൽ. പ്രൈസ് ദി ലോർഡ്.
കാരണം എനിക്ക് പോലും ഇപ്പോഴും, നിങ്ങൾ ഇത്ര 20 വർഷമായി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു, ഇപ്പോഴും പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായിട്ടും നയിക്കപ്പെടുന്നു എന്ന് അവകാശപ്പെടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ചില സമയത്ത് നമുക്ക് ശരിക്കും അവിടുത്തെ സ്വരം അല്ലെങ്കിൽ അവിടുത്തെ ഗൈഡൻസ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈശോയുടെ ഒരു മനോഭാവമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉടനെ ഈശോയെ പരിശുദ്ധാത്മാവ് നയിച്ചത് മരുഭൂമിയിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരുഭൂമിയിലേക്കാണ് നയിച്ചത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചത്. ഹല്ലേലൂയ. നിങ്ങളോട് ഇതിന്റെ അർത്ഥം വളരെ ചുരുക്കി ഞാനൊന്ന് പറയുകയാണ്. ചില സമയത്തെങ്കിലും പ്രലോഭനങ്ങൾ നമ്മൾ നേരിടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രലോഭനത്തിന്റെ മധ്യത്തിലേക്ക് തള്ളിവിടാറുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ പരാക്രമം കാണിച്ചാൽ പോലും നമ്മൾ അതിൻ്റെ ഒന്നും രക്ഷപ്പെടുത്തത്തില്ല. നമ്മൾ അതിൻ്റെ അകത്തുകൂടെ കടന്ന് മറുകര എത്തണം എന്നതാണ് സ്വർഗത്തിലെ പിതാവിന്റെ സ്വപ്നം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം. ആത്മാവ് അങ്ങനെയാണ് അബ്രഹാമിനെ നയിക്കുന്നത്. അന്നേരത്തേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നൊന്നും നേരത്തെ പ്രവചനമോ പ്രോഫസിയോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ദൈവം അത് ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. ഇവനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഇവനെ എങ്ങോട്ടാണ് ആത്മാവ് നയിക്കുന്നത്, ഇവൻ പോകുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അബ്രഹാം പോയി. അബ്രഹാം നയിക്കപ്പെടുക തന്നെ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞ് വെട്ടുകത്തി ഉയർത്തി വെട്ടാൻ പോകുന്ന ആ ലാസ്റ്റ് മൊമെന്റിലാണ് ദൈവം കയറി ഇടപെട്ടിട്ട് പറയുന്നത്, കൊച്ചിന്റെ പുറത്ത് കൈവയ്ക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാ ഒരു ആട് കയറി വരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വെച്ചാണ് അബ്രഹാം ഈശോയെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്നെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്നെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? ആത്മാവിനാൽ നയിക്കപ്പെട്ടൊരു മനുഷ്യൻ മോറിയാമലയുടെ മുകളിൽ ചെന്നപ്പോൾ അനുസരിച്ചുകൊണ്ട് കുഞ്ഞിനെ വെട്ടാൻ പോകുന്ന സമയത്ത് ദൈവം പറയുന്നു, കുഞ്ഞിനെ വെട്ടരുത്, കുഞ്ഞാടിനെ നോക്കിക്കൊള്ളുക. ആ സമയത്ത് ഒരു കുഞ്ഞാട് ശബ്ദമിട്ടുകൊണ്ട് കയറി വരികയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ കുഞ്ഞാടിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അബ്രഹാം യേശു ക്രിസ്തുവിനെ കണ്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവ് നയിക്കുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇരുന്നിരിപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ ചാപ്പലിലോട്ട് വരാൻ പറയും. റെനിയച്ചിന് വേണ്ടി 9 കൊന്ത ചൊല്ലുക. പിന്നെ റെനിയച്ചിന് തന്നെത്താൻ പ്രാർത്ഥിക്കാൻ അറിയാം. ഞാനിപ്പോ 9 കൊന്ത ചൊല്ലില്ലേലും അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ നേരെ തിരിഞ്ഞു കടന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പുതപ്പെടുത്തിടുന്നു. അവിടെ എന്ത് നഷ്ടപ്പെട്ടു? ആത്മാവിന്റെ നയിക്കപ്പെടൽ നഷ്ടപ്പെട്ടു പോയി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന 3ാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും വളർച്ചയുടെ പാതയിലേക്ക് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് മൃദുല ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നു. ആത്മാവിന്റെ ഗൈഡൻസ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നു. ചില വ്യക്തികളെ അടുപ്പിക്കരുതെന്നുള്ള ബോധ്യം കിട്ടുന്നു. അത് അപകടമാണെന്നുള്ള ബോധ്യം. ഇതെല്ലാം ഈ ഘട്ടത്തിലാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികളുടെ അടുത്ത് നമ്മൾ അധികം നേരം നിൽക്കരുത്, അത് അപകടമാണ്. ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു പൊക്കോളം പറയുന്നത് നമുക്ക് അപകടമാണ്. എല്ലാ വ്യക്തികളും നമുക്ക് പ്രലോഭന കാരണമല്ല, പക്ഷെ ചില വ്യക്തികൾ നമുക്ക് പ്രലോഭന കാരണമാണ്. എല്ലാ വ്യക്തികളും പ്രലോഭന കാരണമല്ല, ചില വ്യക്തികൾ പ്രലോഭന കാരണമാണ്. അത് പരിശുദ്ധാത്മാവിന് അറിയാവുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ഓർമ്മ തരുമ്പോഴേ പറയും, സ്ഥലം വിട്ടോളം പറയും. ആ സമയത്ത് ചുറ്റിക്കറങ്ങി അവിടെ നിൽക്കരുത്. ചുറ്റിക്കറങ്ങി നിന്ന് പ്രൈസ് ദി ലോർഡ് പോലും പറയാൻ ചുറ്റിക്കറങ്ങി നിൽക്കരുത്. ഉച്ചത്തി പറ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡിന് പോലും അവിടെ പ്രസക്തിയില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. അവിടെ സ്ഥലം വിടുന്നതിന് മാത്രമാണ് പ്രസക്തി. അങ്ങോട്ടാണ് ആത്മാവ് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പ്രൈസ് ദി ലോർഡും പറഞ്ഞ് ചുറ്റി കറങ്ങേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പറയുന്നു സ്ഥലം വിടുക, സ്ഥലം വിടുന്നു. 4ാമത്തെ ലെവൽ ശക്തിപ്പെടുന്നു. നയിക്കപ്പെടുന്ന വ്യക്തിയെ ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്നു. ഇവിടെയാണ് നമ്മൾ ദൈവരാജ്യത്തിന്റെ അംബാസിഡർമാരായി തീരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ സൂപ്പർ നാച്ചുറൽ പവറുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ്ങും പരിശുദ്ധാത്മാവിന്റെ സൂപ്പർ നാച്ചുറൽ വരദാനങ്ങളും അടക്കം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രകടമായിട്ട് ഇടപെടുന്ന 4ാമത്തെ ഘട്ടത്തിലേക്കും പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അദ്ദേഹം ഒരിക്കലും ഒരു പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം അന്നത്തെ ഏറ്റവും ഡിമാൻഡുള്ള, നിങ്ങൾക്കറിയാലോ ചില പ്രസംഗര് വലിയ ഡിമാൻഡാണ്. അദ്ദേഹത്തെ കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. പള്ളി നിറച്ച ആളാണ്. അദ്ദേഹം പ്രസംഗിയാണ്. ഒറ്റ വ്യക്തി പോലും മാനസാന്തരപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഉറക്കവും തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. അദ്ദേഹം വളരെ വിഷമിച്ചാണെന്ന് ഉച്ചയ്ക്ക് പോയത്. പക്ഷെ അദ്ദേഹം ഒന്ന് ഉച്ചയ്ക്ക് ചെറുതായിട്ട് എന്തോ ഒരു അല്പം ഒന്ന് ബിസ്ക്കറ്റോ സംതിങ് എന്തോ കഴിച്ചിട്ട് അദ്ദേഹം ഫുൾ ടൈം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു.
ദൈവത്തിനടുത്ത് അദ്ദേഹം വാശി പിടിച്ചു, ദാഹിച്ചു. കർത്താവിന്റെ ആത്മാവ് അദ്ദേഹത്തെ നയിച്ചു. നീ സക്രാരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല, വൈകുന്നേരം വരെ നീ നിന്റെ പ്രൈവറ്റ് ചാപ്പലിൽ ഇരിക്കണം. അദ്ദേഹം അങ്ങനെ തന്നെ ആത്മാവ് പറഞ്ഞത് കേട്ടുകൊണ്ട് ഉറക്കം വരുന്നു, റെസ്റ്റ് എടുക്കണം, കിടക്കണം. പക്ഷെ എല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ഇതേ ഗ്രൂപ്പ് തന്നെ രണ്ടാമത്തെ സെഷൻ കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം കയറി ചെന്ന് ആദ്യത്തെ എന്തോ 2-3 സെന്റൻസുകൾ പറഞ്ഞതും കൂട്ട നിലവിളി ആരംഭിച്ചു. മുൻപിലത്തെ റോ തൊട്ട് പുറകിലത്തെ റോയിലേക്ക് വരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കാറ്റ് വീശി. പാപബോധമുണ്ടായി. പ്രസംഗം മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. കാരണം പള്ളിയടകത്ത് ഉയർന്ന നിലവിളി മൂലം പ്രസംഗം പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചു. അദ്ദേഹത്തെ ക്ഷണിച്ച വികാരിയച്ഛൻ ഓടി വന്നൊരു കുറിപ്പ് കൊടുത്തു, നമുക്ക് 2 പേർക്കും കുമ്പസാര കൂട്ടിലേക്ക് പോയി ഇരിക്കാം, അതായിരിക്കും വിൻസെന്റ് അച്ഛാ നല്ലത്. പ്രസംഗം അവസാനിപ്പിക്കുന്നു. 2 പേരും 2 ഡയറക്ഷനിലെ കുമ്പസാര കൂട്ടിലേക്ക് പോകുന്നു. ജനങ്ങൾ കണ്ണുനീരോടെ കുമ്പസാര കൂട്ടിൽ നിൽക്കുന്നു. രാത്രി 12 മണി വരെ നീളുന്ന കുമ്പസാരം. കൈയടിച്ച മക്കളെ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം, പരിശുദ്ധാത്മാവിന്റെ എംപവർമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഇത് തൊടും. ഞാനൊരു നേഴ്സ് സഹോദരിയുടെ കാര്യം ഓർക്കുകയാണ്. യൂറോപ്പിലാണ് ആ നേഴ്സ് സഹോദരി താമസിക്കുന്നത്. മകൻ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടു. ആത്മാവിന്റെ ശക്തമായ അഭിഷേകമുള്ള മകളാണ്. മകൻ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടു. കഞ്ചാവ് അടിച്ചിട്ട് വരുന്നു, ഡ്രഗ് അടിച്ചിട്ട് വരുന്നു. തെറ്റായ കൂട്ടുകെട്ട് എങ്ങനെ പറഞ്ഞിട്ട് ഇവൻ വിടുന്നില്ല. അമ്മ ശക്തമായിട്ട്, നിങ്ങൾക്കറിയാം, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. 6 മാസം പ്രാർത്ഥിച്ചു. അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, കരണക്കുറ്റി നോക്കി അവനിട്ട് ഒരെണ്ണം കൊടുത്തിട്ടാണെങ്കിൽ പോലും ശരി, അവനെ നിന്റെ മകനാക്കി എനിക്ക് തരണം. റീത്താമ്മ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കും. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. റീത്താമ്മ കരണക്കുറ്റി കൊടുക്കാനല്ല പ്രാർത്ഥിച്ചത്, റീത്താമ്മ എടുക്കാനാ പ്രാർത്ഥിച്ചത്. അത് കട്ടി കൂടുതലായിരുന്നു. അത് ഇത്രയും പറ്റാത്തതുകൊണ്ട് നമ്മുടെ നേഴ്സ് സഹോദരി പറഞ്ഞു, എന്റെ മകന്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ടാണെങ്കിൽ ശരി, അവനെ നേരെയാക്കി തരണം. കർത്താവ് അത് അങ്ങനെ തന്നെ കേട്ടു. കാരണം അഭിഷേകമുള്ള ആളാ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന, ദുർഗന്ധം വമിക്കുന്ന, അടുത്താർക്കും ചെല്ലാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം സ്കിൻ ഡിസീസ് പിടിക്കുകയാണ്. ക്ലാസ്സിൽ ഇവനെ കയറ്റാൻ പറ്റാതായി, ടീച്ചർക്ക് ഇരുത്താൻ പറ്റാതായി, ക്ലാസ് മുഴുവൻ ദുർഗന്ധമായി. ഇന്നലെ വരെ തോളെ കൈയിട്ട് കഞ്ചാവ് കൊടുത്തുകൊണ്ട് നടന്ന വെള്ളക്കാരായ കൂട്ടുകാരും ബാക്കി കൂട്ടുകാരും ഇവനെ കാണുമ്പോൾ മൂക്ക് പൊത്താൻ തുടങ്ങി. അവന് കാര്യം മനസ്സിലായി, ആർക്കും എന്നെ വേണ്ട. വീട്ടിൽ വന്നപ്പോൾ നേസായ അമ്മച്ചി കെട്ടിപ്പിടിച്ചു. ചൊറി നിറഞ്ഞ, ദുർഗന്ധം നിറഞ്ഞ നെറ്റിയിൽ ചുംബിച്ചു. 3 മാസം സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നു. വീട്ടിലിരുത്തി മകനെ ശുശ്രൂഷിച്ചു. എല്ലാം ചെയ്തു കൊടുത്തു. അവൻ ബുദ്ധിയുള്ളവനായിരുന്നു. അവന് മനസ്സിലായി, എൻ്റെ അമ്മയാണ് എനിക്കുള്ളത്, എൻ്റെ അപ്പനാണ് എനിക്കുള്ളത്, എൻ്റെ കുടുംബമാണ് ദൈവം എനിക്ക് തന്നത്. എന്നെ വഴിതെറ്റിക്കുന്ന കൂട്ടുകാരല്ല. ചൊറിയല്ലാതെ കഴിഞ്ഞപ്പോൾ ഉണങ്ങി. സ്കൂളിൽ ചെന്നു. പഴയ കൂട്ടുകാർ വന്നു. അവൻ പറഞ്ഞു, ഇതൊരു പുതിയ സൃഷ്ടിയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. I am the temple of the Holy Spirit. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഒരു നേഴ്സിൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകം വന്നപ്പോൾ തൻ്റെ മകനെ പിശാച് കൊണ്ടുപോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ അവൾ തയ്യാറായില്ല. അവൾ സാത്താനുമായിട്ട് യുദ്ധത്തിന് കയറി പുറപ്പെട്ടു. ആ യുദ്ധത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൾ സാത്താനെ മലത്തിയിടിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ശക്തിയുടെ മേലും ചവിട്ടി നടക്കും, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഐ ഗിവ് യു പവർ. ദൈവം പറഞ്ഞ ശക്തിയാ തരുന്നത്. നമ്മൾ ശക്തരാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മളെല്ലാം ഡൈനാമിറ്റുകൾ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് ലോകത്തിൽ ദൈവത്തെ ഉയർത്തണം. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ നോമ്പ് കാലത്ത് കർത്താവ് ഒരുക്കിയ ഈ ശുശ്രൂഷയുടെ സമാപന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിന് പ്രത്യേകം നന്ദി പറയാം. ഈ ഒരു ശുശ്രൂഷ ഒരുക്കിയ നേഴ്സസ് മിനിസ്ട്രി ഓർത്ത് കർത്താവ് നന്ദി പറയാം. ഇതിൽ പങ്കെടുത്തവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ശുശ്രൂഷയെ കർത്താവ് ശക്തമായ അഭിഷേകം നയിക്കാൻ വേണ്ടി നിയോഗിച്ച ഡോക്ടർ ജോൺ ഡിയെയും നേഴ്സസ് മിനിസ്ട്രി എല്ലാ സുഹൃത്തുക്കളെയും ഇതിനോട് അധ്വാനിച്ചവരെയും കർത്താവിന് സന്ധി സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്വപ്നം ഈ കാലഘട്ടങ്ങളിൽ നമ്മളിലൂടെ നമ്മുടെ ശുശ്രൂഷയുടെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവികാരണ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആത്മാവിൽ നിറയും
സ്തുതി കീർത്തനം ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാം ആരാധന യേശുവേ ആരാധന യേശുവേ ചേർന്ന് പാടി ആരാധന യേശുവേ ആരാധന യേശുവേ സ്വരമുയർത്തി മനസ്സ് തുറന്ന് ആരാധന യേശുവേ ആരാധന കർത്താവേ, എല്ലാ രോഗികളെയും അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. യേശുവേ ആരാധന യേശുവേ ഉപജീവന മേഖല ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നതിനെ സമർപ്പിക്കുന്നു. യേശുവേ ആരാധന യേശുവേ വിശ്വാസം ദുർബലപ്പെട്ടു പോർക്കോട് പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ ആരാധന യേശുവേ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന യേശുവേ മിഷൻ മേഖലകളിൽ പീഡനം സഹിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന യേശുവേ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന യേശുവേ ലോകം മുഴുവൻ നേഴ്സസ് മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ ആരാധന യേശുവേ ജോണ്ടി സഹോദരി എല്ലാ സുവിശേഷ വേലക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന യേശുവേ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. എല്ലാ സ്തുതിക്ക് യോഗ്യനായവനെ, എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. ആരാധന ആരാധിക്കുന്ന കർത്താവേ, ആരാധന കരങ്ങൾ കൂപ്പി യേശുവേ ജീവിതങ്ങളെ പരിപൂർണമായി സമർപ്പിച്ച് ഈശോയേ, യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ 3.5 വർഷം ഈശോയുടെ കൂടെ നടന്നിട്ടും അവസാനം ഗെത്സമനി വെച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇന്ന് കർത്താവിന് നമുക്ക് പ്രത്യേകം നമ്മൾ ആഗ്രഹം സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടണം, പുതിയൊരു സൃഷ്ടിയായി തീരണം. പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്ന വ്യക്തികളായി തീരണം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിനെ ശക്തി നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുന്നവരായി തീരണം. കർത്താവെ, അങ്ങയുടെ മഹത്വത്തിന് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയുടെ ശക്തിക്ക് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, ആദിമസഭയിൽ സംഭവിച്ചുള്ള രോഗശാന്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, മാനസാന്തങ്ങൾ സംഭവിക്കുന്ന ശുശ്രൂഷകൾ ഈ കാലഘട്ടം നൽകണ കർത്താവെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ, രോഗികളെ അവിടെ സുഖപ്പെടുത്തണം, തകർന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം, ആത്മീയ ജീവിതത്തിൽ പിന്നോക്ക് പോയവരെ കർത്താവെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് നിൽക്കുന്നവരെ കർത്താവെ പുതിയ കൃപയാ ചൊല്ലിപ്പിക്കണമേ. മന്ദതയിലേക്ക് പോയവരെ ഉണർത്തണമേ കർത്താവേ. പുതിയ വാതിലുകൾ, പുതിയ ശക്തി, പുതിയ അഭിഷേകം വർഷിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. അഗ്നിയിലെന്നെ ഉറക്കൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ വലിയ ആഗ്രഹത്തോടെ സ്വരം ഉയർത്തി. അഗ്നിയിലെന്നെ ഉറക്കൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ.
അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ അതിലെല്ലാ അംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹീലിംഗ് മിനിസ്ട്രിയിലൂടെ കർത്താവിന്റെ വേല ചെയ്ത സകലരെയും സമർപ്പിക്കുന്നു. കാലാകാലങ്ങളിലായി ഈ ശുശ്രൂഷ ശ്രവിക്കുന്നവരെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആഗോള സഭയുടെ മേൽ കരുണയായിരിക്കണമേ. ഏക ഇടയിലും ഏക തൊഴുത്തും എന്ന കർത്താവിന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളും നവീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി നമ്മുടെ സകല നിയമങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകം മുഴുവൻ നേഴ്സസ് മിനിസ്ട്രിയുടെ അംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നേഴ്സസ് ടൈംസിന്റെ അധ്വാനികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷ ചാനലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രതലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിനറിയാത്ത സകല ജനപദങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം നൽകുന്നവര് കർത്താവെ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. വീണ്ടും പോയവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ എതിർക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യേശോയുടെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. തള്ളിപ്പറഞ്ഞ് മീൻ പിടിക്കാൻ വേണ്ടി പോയി ഒന്നും കിട്ടാതെ തിരിച്ചു വന്നവൻ്റെ സന്നദ്ധി, തിരിച്ചു വന്ന പത്രോസിനോട് കർത്താവ് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ: നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഗത്സമനയിൽ ഉറങ്ങിയതിൻ്റെ ചരിത്രമോ, ശിഷ്യന്മാരെ വഴിതെറ്റിച്ചു കൊണ്ടതിൻ്റെ ചരിത്രമോ, വീരവാദങ്ങൾ മുഴക്കി പരാജയപ്പെട്ട ചരിത്രമൊന്നും കർത്താവ് ചോദിച്ചില്ല. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മൂന്നാമത്തെ പ്രാവശ്യവും ചോദ്യം ആവർത്തിച്ചപ്പോൾ പത്രോസിൻ്റെ കണ്ണ് നിറഞ്ഞു, കണ്ടമിടറി. അവൻ പറഞ്ഞു: കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നു, എല്ലാം അവിടുന്ന് അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയെ പങ്കെടുത്ത നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും, ശുശ്രൂഷ നയിച്ച് ഞങ്ങളുടെ ജീവിതത്തിലും, ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഒത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. എങ്കിലും കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നൊരു മനസ്സ്, ഈശോയെ സ്നേഹിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ കല്ലറയുടെ വാതിക്കൽ മക്കൾ നമ്മളോട് ചോദിച്ച കർത്താവ്: നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളെയും ഏതാണ്ട് നിമിഷം നിശ്ശബ്ദതയെ കർത്താവിന് കൊടുക്കാം. ഒത്തിരി മലിനതകളുള്ള, കുറവുകളുള്ള, പോരായ്മകളുള്ള ഈ ജീവിതത്തെ കർത്താവെ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. അവിടെ നിന്ന് വിശുദ്ധീകരിച്ച് അങ്ങോട്ട് സ്വന്തമാക്കി മാറ്റണമേ. മലിനമായ ഈ മൺകുടവങ്ങേ തിരുപാദ സന്നിധിയിൽ, മലിനമായ ഈ മൺകുടവങ്ങേ തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാഥാ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ. ഹൃത്തിൻ മാലിന്യം നീക്കിടുന്നേ. ഹല്ലേലൂയ.
ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. തള്ളിപ്പറഞ്ഞ് മീൻ പിടിക്കാൻ വേണ്ടി പോയവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ നിഴലിന് രോഗികളെ സുഖപ്പെടുത്താനും മാത്രം ശക്തി കൊടുത്ത കർത്താവേ, തള്ളിപ്പറഞ്ഞവന് മരിച്ചവരെ ഉയർപ്പിക്കാൻ പോലും ശക്തി കൊടുത്ത കർത്താവേ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പിയാക്കി അതേ 10 ദിവസം ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. സകല ജനപദങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് ജ്വലിപ്പിക്കാം, ദുഃഖിപ്പിക്കാതിരിക്കാം. അടുത്തയാഴ്ച ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലെ അഭിഷേക പ്രാർത്ഥനകൾക്കും രോഗശാന്തി ശുശ്രൂഷകൾക്കുമായി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന എല്ലാവരെയും നമുക്കതിൽ പങ്കെടുപ്പിക്കാം. അങ്ങനെ എല്ലാവരും ഒരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ